ഇന്ന് ഓഗസ്റ്റ് 6 എല്ലാവരും വിനാശകരമായ അണുസ്ഫോടനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു, പറയുന്നു. ശാസ്ത്രം വിതച്ച വിനാശത്തിൻ്റെ കഥയാണത്. പക്ഷേ ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ശാസ്ത്രത്തിലൊരു പ്രധാന നേട്ടത്തിന് കാരണക്കാരനായ ഒരു വൈദ്യശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്. പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ജന്മദിനമാണിന്ന്. ഇന്ന് ഇതേക്കുറിച്ച് പറയാൻ കാരണം പ്രസിദ്ധനായൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു കഥ കേട്ടപ്പോഴാണ്. വളരെ അത്ഭുതകരമായ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് കേൾവിക്കാരെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥയാണത്. അത് ഇങ്ങനെയാണ്. സ്കോട്ട്ലൻഡിലെ ഒരു കുഗ്രാമത്തിൽ ഒരു കുട്ടി ചതുപ്പ് നിലത്തിൽ വെറുതെ കളിക്കാനിറങ്ങിയതാണ്. പെട്ടെന്ന് അവൻ അറിയാതെ കാൽ വഴുതി ചതുപ്പിൽ വീണുപോയി. ചതുപ്പിൽ പൂണ്ടുപോയ അവൻ ചെളിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും രക്ഷപ്പെടില്ല. അടുത്തൊന്നും ആരുമില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് അകലെ നിന്നും ഒരു കർഷകൻ ഓടിക്കതച്ച് അവൻ്റെ അടുത്തെത്തി. വളരെ കഷ്ടപ്പെട്ട് അവൻ അവിടെ നിന്നും രക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ അതിസമ്പന്നനായ ഒരാൾ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് വാറൻഡോർഫ്. എൻ്റെ മകൻ്റെ ജീവനാണ് നിങ്ങൾ രക്ഷിച്ചത്. അതിന് പ്രതിഫലമായി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ചോദിക്കൂ. കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. അത് ഞാൻ ചെയ്തു. അതിന് പ്രത്യുപകാരം വാങ്ങാൻ എനിക്കാവില്ല എന്ന് കർഷകൻ നന്ദിയോടെ അറിയിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 13 വയസ്സുകാരനായ മകൻ പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കുന്നത് വാറൻഡോർഫ് ശ്രദ്ധിച്ചത്. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ പണം തരുന്നില്ല. പകരം നിങ്ങളുടെ മകൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുക്കാം. അവൻ മിടുക്കനായി പഠിക്കട്ടെ. അതിനെത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവഴിക്കാം. ഇത് കേട്ട് കർഷകന് വലിയ സന്തോഷമായി. ഈ മകൻ മിടുക്കനായിരുന്നു. അവൻ ലണ്ടനിൽ പഠിച്ചു, വലിയ ശാസ്ത്രജ്ഞനായി. അവനാണ് പെൻസിലിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തെ തന്നെ രക്ഷിച്ച മഹാനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിങ്. കർഷകൻ ജീവൻ രക്ഷിച്ച ആ കുട്ടിയും വളർന്നു വലിയവനായി. അവനാണ് പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയ ലോകപ്രസിദ്ധനായ വിൻസ്റ്റൺ ചർച്ചിൽ. അക്കാലത്ത് വിൻസ്റ്റൺ ചർച്ചിലിന് മാരകമായ ന്യൂമോണിയ ബാധിച്ചു. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അലക്സാണ്ടർ ഫ്ലെമിങ് കണ്ടെത്തിയ പെൻസിലിൻ എന്ന മരുന്ന് കുത്തിവെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. നോക്കൂ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച കർഷകനോട് നന്ദി കാണിച്ച് വാറൻഡോർഫിന് അയാളുടെ മകനെ സ്പോൺസർ ചെയ്യാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് അവൻ വലിയ ശാസ്ത്രജ്ഞനായി പെൻസിലിൻ കണ്ടെത്തിയതും അത് അയാളുടെ മകൻ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ജീവൻ രണ്ടാമതും രക്ഷിക്കാൻ ഇടയാക്കിയതും. നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടും എന്നതിന് നല്ലൊരു സാരോപദേശ കഥയാണ് ഇത്. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിലെന്തൊക്കെയോ ഒരു അതിശയോക്തിയുള്ളതായി എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് അന്വേഷിച്ചു. അലക്സാണ്ടർ ഫ്ലെമിങ്ങിനേക്കാൾ 7 വയസ്സ് കൂടുതലാണ് വിൻസ്റ്റൺ ചർച്ചിലിന്. അതുകൊണ്ട് തന്നെ ഫ്ലെമിങ്ങിന് 13 വയസ്സുള്ളപ്പോൾ ചർച്ചിലിന് 20 വയസ്സ് പ്രായം കാണും. അപ്പോൾ കുട്ടിയായ ചർച്ചിലിനെ രക്ഷിച്ചു എന്ന കഥ വിശ്വസിക്കാനാവില്ല. ഫ്ലെമിങ് ഒരു ദരിദ്ര കർഷകൻ്റെ മകനായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് പഠിക്കാനുള്ള സഹായം നൽകിയത് ധനികനായ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണെന്നാണ് ചരിത്രത്തിലുള്ളത്. അതിൽ ചർച്ചിലിൻ്റെ പിതാവ് വാറൻഡോർഫിനെ കുറിച്ച് പറയുന്നേയില്ല. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ജീവിതകഥ പറയുന്ന മനോഹരമായ പുസ്തകമാണ് കെയ് ഹെയ്ലിയുടെ ദി ഇറപ്രസിബിൾ ചർച്ചിൽ. അതിലും ഈ കഥയില്ല. പിന്നെ എങ്ങനെ ഈ കഥ വന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആർതർ ഗ്ലാഡ്സ്റ്റോൺ കീനിയുടെ ഡോക്ടർ ലൈഫ് സേവർ എന്ന കഥയാണ് ഇതിനടിസ്ഥാനം. അത് വെറും കഥയാണ്. അതിന് ചർച്ചിലുമായോ അലക്സാണ്ടർ ഫ്ലെമിങ്ങുമായോ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇനിയും പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഈ കഥ പറയും. സോഷ്യൽ മീഡിയയിൽ കഥ വരും. പലരും ഫോർവേഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് വാസ്തവമല്ല, ഒരു കഥയാണ്. കേട്ടിരിക്കാൻ രസമുള്ള വെറും ഒരു കഥ മാത്രം. യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല.